ഹല്ലേലൂയ. മനസ്സിലായി തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞു പോകാം. 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം. അപ്പം നമ്മളിൽ എന്തോ വസിക്കണം? വചനം വസിക്കണം. നിങ്ങളിലുണ്ടോ ഈ ഹല്ലേലൂയ? നമ്മുടെ വീട്ടിലെ മുറ്റത്തൊക്കെ ധാരാളം വൃക്ഷങ്ങൾ നിൽപ്പുണ്ട്. ആ കൂട്ടത്തിൽ ചേമ്പെന്ന് പറയുന്ന ഒരു സ്തോത്രം, നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു നമ്മളെപ്പോഴും കഴിക്കുന്നതാണ് ഈ ചേമ്പ്. കണ്ടോ? ചേമ്പിൻ്റെ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വാഴയുടെ ഇല പോലിരിക്കും, വലിയ ഇലയാണ്. ചേമ്പലയുടെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. എത്ര മഴ പെയ്താലും പെയ്യുന്ന മഴ ഈ ചേമ്പലയുടെ മേളിൽ കിടന്ന ഒരു പ്രവൃത്തിയുണ്ട്. ഒന്ന് ചുരുണ്ടുകൂടി ടാറ്റ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോകും. ചേമ്പല പറയുന്നേ, എന്നെ നനയ്ക്കാൻ കഴിയുന്ന ഒരു മഴയും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതുപോലെ വിശ്വാസിയാകല്ല. ഇഷ്ടംപോലെ വചനം കേട്ടു, ഒരു ഗുണവും ആ വചനം കൊണ്ടില്ല. അങ്ങനെയല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവവചനം ഒരാളുടെ ഉള്ളിൽ വസിക്കണം. വസിക്കുമ്പോൾ പിശാചിന് മനസ്സിലാകും, ഇവനോട് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവൻ്റെ അകത്ത് അടിസ്ഥാനം വീണ് കഴിഞ്ഞു. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എനിക്കെന്തോ ദൈവം ബോധ്യം തരിക, ഇന്ന് ചിലതിനെ എതിർക്കാനായിട്ട് പോവുക, ചിലതിനെ ജയിക്കാനായിട്ട് പോവുക, ചിലരുടെ മാനസിക നിലയോട് പോരാടുന്ന പൈശാചിക തലങ്ങളെ ഇന്ന് ജയിക്കാൻ പോവുക. ചിലരെ വിശ്വാസത്തിൽ വന്നിട്ടും ഉറപ്പും ധൈര്യവുമില്ലാതെ ഇട്ട് വട്ടം കറക്കുക. അവർക്ക് ആഴ്ചയിലാഴ്ച പ്രവചനം കേൾക്കണം, ആഴ്ചയിലാഴ്ച അത്ഭുതം കാണണം, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമില്ല. എന്താ കാരണം? അവരുടെ അകത്തെ കരുത്ത് പിശാച് എടുത്തു കളഞ്ഞു. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, ഇന്ന് വചനം കേൾക്കുമ്പോൾ നിന്റെ അകത്ത് കരുത്ത് വർദ്ധിക്കണം. ഒരാമയും പറഞ്ഞാട്ടെ. അല്ല, എങ്ങനെയാണ് ആ കരുത്ത് വർദ്ധിക്കുന്നതെന്നാണ് ഞാനിന്ന് പ്രസംഗിക്കാനായിട്ട് പോകുന്നത്. അപ്പം നാം ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ വചനം നമ്മളിലും വസിക്കണം. അപ്പോൾ ഒന്ന്, നമ്മളിൽ എന്ത് വസിക്കണം? വചനം വസിക്കണം. രണ്ടാമത് കേട്ടോ, ബൈബിളിൽ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം തന്നെയുണ്ട്. 15-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, ഞാൻ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പന പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കണം. അപ്പം രണ്ടാമത് നമ്മുടെ അകത്ത് വസിക്കേണ്ടത് എന്തുവാ? ദൈവസ്നേഹം. ഒരാമയും പറഞ്ഞാട്ടെ.